ബോയ്സ് ആൻഡ് ഗേൾസ് പ്ലാറ്റ്ഫോംസ് എൻ്റെ പുതു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നത് മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് മുംബൈയിലെ ഛത്രപതി ശിവാജി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ടെർമിനസ് 2. നമ്മളിവിടെ നിന്ന് ഒരു യാത്ര പോവാണ്. ബാംഗ്ലൂർക്കാണ് എൻ്റെ ഫ്ലൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളതൊക്കെ ഞാൻ ഉള്ളിലോട്ട് കയറിയിട്ട് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് എയർപോർട്ടിൽ എത്തിയതേ ഉള്ളൂ. ഞാനിപ്പോൾ കുറച്ച് നേരത്തെ ക്യാബിൽ അങ്ങോട്ട് വന്നു. അതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് ഇട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജസ്റ്റ് വന്നേ ഉള്ളൂ. എയർപോർട്ടിനുള്ളിലേക്ക് കയറാനുള്ള തിരക്കൊന്ന് കണ്ടോ. ഇത്രയും തിരക്കുണ്ട് എയർപോർട്ടിനുള്ളിലേക്ക് കയറാൻ. എൻ്റെ അടുത്ത് ഡിജി യാത്രയുണ്ട്. ഡിജി യാത്രയിലത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അവിടെ ഇത്രയും വലിയ ക്യൂ ആണോ അതോ എന്താണെന്നുള്ള അറിയില്ല. നമുക്ക് അതിന് പോയി നോക്കാം. ഒരു സെപ്പറേറ്റ് ഗേറ്റ് ഒരു ഡിജി യാത്രക്കാർക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി കയറിപ്പോൾ ഡിജി യാത്രക്കാർക്ക് ഈ ഒരു എൻട്രൻസ് ഒരു സെപ്പറേറ്റ്ലി കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതുവഴി കയറി നമ്മുടെ ഇതിലേക്ക് പോകാം. ഇത് ഡിജി യാത്രക്കുള്ള സെപ്പറേറ്റ് എൻട്രി ഗേറ്റാണ്. നത്തിങ്. ഈ വലിയ ക്യൂ ഞാൻ ജസ്റ്റ് 2 മിനിറ്റ് കൊണ്ട് ഉള്ളിൽ കയറും. ഇവിടുത്തെ ഡിജി യാത്ര വേറെ ലെവലാണ്. ഇവിടെ എന്താ പറയുക, ഫേസ് സ്കാൻ മാത്രം മതി. മറ്റേ കൊച്ചിയിൽ നമ്മൾ ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്യണമായിരുന്നു. ഡൽഹിയിലും അത് തന്നെയായിരുന്നു പ്രൊസീജിയർ. ഇവിടെ ഫേസ് സ്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ചെക്ക് ഇൻ കൗണ്ടേഴ്സ്. 1 2 എന്നല്ല, ഡസൺ കണക്കിന് ചെക്ക് ഇൻ കൗണ്ടേഴ്സ് ഉണ്ട്. നമ്മൾ ഏത് സോണിലാണ് എയർ ഇന്ത്യ എന്നറിയില്ല. നമുക്കൊന്ന് പോയി നോക്കാം. നല്ല ക്രൗഡാണെന്നുണ്ടെങ്കിൽ ഞാൻ ഹാൻഡ് ബാഗിൽ ചെക്ക് ഇൻ ചെയ്യില്ല, ഞാനത് അങ്ങനെയും കൊണ്ടുപോകും. ഡാർക്ക് സീനാണ്, നല്ല തിരക്കുണ്ട് കണ്ടോ. ഇത്രയും നീളമുള്ള ക്യൂ നിന്ന് പോകാൻ ഉള്ള ക്ഷമ എനിക്കില്ല. 7:30 ആയിട്ടുള്ള സമയം. നമുക്ക് സമയത്തിന് കുറവൊന്നുമില്ല, പക്ഷേ ഇത്രയും നീളത്തിലുള്ള ക്യൂ നിൽക്കാനുള്ള ഒരു ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാനത് കൈ തന്നെ കൊണ്ടുവന്ന് വാങ്ങിച്ചു. ചെക്ക് ഇൻ ചെയ്യുന്നില്ല. നമുക്കെന്നാൽ പതുക്കെ സെക്യൂരിറ്റി ചെക്കിലോട്ട് പോകാം. സെക്യൂരിറ്റി ചെക്ക് അങ്ങേയറ്റത്താണ്. സെക്യൂരിറ്റി ചെക്കിലേക്ക് പോകാം. ഈ ടെർമിനലിൻ്റെ ഈ ആർക്കിടെക്ചർ ആക്ച്വലി ഒരു പീകോക്ക് ഡിസൈനിലാണ്. പീകോക്കിൻ്റെ ഇതിലുള്ള ടെക്സ്ചേഴ്സ് പോലെയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയാണിത്. ഇതിൻ്റെ ആക്ച്വലി നല്ലൊരു ഭാഗവും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് GVK ഏറ്റെടുത്ത്. GVK നല്ല ഭംഗിയാക്കി. പണ്ടിത് ഇൻ്റർനാഷണൽ മാത്രമായിരുന്നു. GVK ഏറ്റെടുത്തതിന് ശേഷം അവർ ഇൻ്റർനാഷണൽ പ്ലസ് ഡൊമസ്റ്റിക് ആക്കി. അപ്പോൾ നമുക്കെന്നാൽ സെക്യൂരിറ്റി ചെക്കിലേക്ക് പോകാം. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് നമുക്ക് അകത്ത് കയറിയിട്ട് എന്തെങ്കിലും കഴിക്കാം. നല്ല വിശപ്പുണ്ട്. അപ്പോൾ അകത്ത് കയറിയിട്ട് ലൗഞ്ചിലത്തെ അവസ്ഥ എന്താ നോക്കാം. ലൗഞ്ച് വലിയ തിരക്കില്ലാന്നുണ്ടെങ്കിൽ കയറാം. അത്യാവശ്യം തിരക്കുണ്ടെങ്കിലും കയറാം. അല്ലെങ്കിൽ മാത്രം നമുക്ക് പുറത്തുനിന്നെല്ലാം മേടിക്കാം. ലെറ്റ്സ് പ്രൊസീഡ് ടു സെക്യൂരിറ്റി. നേരത്തെ പറഞ്ഞത് ഇൻ്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ആണ്. അതുകൊണ്ട് അവർ ഇവിടെ വെച്ചാണ് സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. ഇൻ്റർനാഷണൽ യാത്രക്കാരെ വേറെ സെക്യൂരിറ്റി ചെക്കിലേക്കും ഡൊമസ്റ്റിക് യാത്രക്കാരെ മറ്റൊരു സെക്യൂരിറ്റി ചെക്കിലേക്കും വിടും. ഇവിടെ നിന്നാണ് സെക്യൂരിറ്റി ചെക്ക്. ഞാൻ ഇവിടുന്ന് ക്ലോസ് ചെയ്യണം. ഇനി അങ്ങോട്ട് നമുക്ക് ചെക്ക് കഴിഞ്ഞിട്ട് കാണാം. അപ്പം അങ്ങനെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്ന് ഇവിടുന്ന് ഈ എസ്കലേറ്റർ വഴി താഴെ പോകണം ഡൊമസ്റ്റിക് ഡിപ്പാർട്ട്മെൻറ്റ്. മുംബൈ എയർപോർട്ട് നല്ല ഭംഗിയുള്ള ടെർമിനലാണ്. ആക്ച്വലി ഇപ്പോൾ ഉള്ള ബാംഗ്ലൂർ ടെർമിനൽ 2 ആണ് ഏറ്റവും ഭംഗി എന്ന് പറയുന്നത്. പക്ഷേ മുംബൈ എയർപോർട്ടിൽ അവരിങ്ങനെ ഗ്രീനറി ഒക്കെ ഉപയോഗിച്ച് നല്ല ഭംഗിയൊക്കെ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി GVKയുടെ ഒരു സിഗ്നേച്ചർ പാറ്റേൺ ആണെന്ന് തോന്നുന്നു. കാര്യം ബാംഗ്ലൂർ എയർപോർട്ട് അവർ തന്നെയായിരുന്നല്ലോ. അവരൊരു സിഗ്നേച്ചർ പാറ്റേൺ ആണ്. അതിനകത്തൊരു ചെറിയൊരു വാട്ടർഫാൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫൗണ്ടൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. കേട്ട് നല്ല ഭംഗിയുണ്ട്. നമ്മുടെ ഫ്ലൈറ്റിന് ഇൻഫർമേഷൻ എല്ലാം ഉണ്ടോ നോക്കിയതോ ഉണ്ട്. AI 589 ആണ് നമ്മുടെ ഫ്ലൈറ്റ് ടു ബാംഗ്ലൂർ വയ ചെന്നൈ. ഗേറ്റ് നമ്പർ 53 എന്ന് പുറപ്പെടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മളിന്ന് ബോംബെയിൽ നിന്ന് ചെന്നൈ പോയിട്ട് ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂർ നമ്മൾ കൊച്ചി പോകും. എന്നിട്ട് കൊച്ചി നമ്മൾ പെരിന്തൽമണ്ണയ്ക്ക് പോകും. അതാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ എയർപോർട്ടൊന്ന് കണ്ടോളൂ. നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഈ എയർപോർട്ടിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ദൂരം നടക്കാണ്ട്. ഓൾ ഗേറ്റ്സ് നേരെ, ലൗഞ്ച് നേരെ. നമുക്കൊന്ന് ലൗഞ്ചിൽ പോയി നോക്കാം. ലൗഞ്ചിൽ കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ ലൗഞ്ചിൽ നിന്ന് കഴിക്കാം. കാര്യം വിഷമം തുടങ്ങി. ലൗഞ്ച് വർക്കായില്ലെങ്കിൽ മാത്രം നമുക്ക് ഫുഡ് കോർട്ടിലേക്ക് വരാം. അപ്പോൾ ഞാൻ ലൗഞ്ചിനകത്ത് കയറി. നമുക്ക് ലൗഞ്ച് ആക്സസ് ഉണ്ടായിരുന്നു. അകത്ത് കയറി നമുക്ക് ഈ ഫുഡ് എടുത്ത് തിന്നെ ആദ്യം. നല്ല വിശപ്പ്. ഈ ലൗഞ്ചിൽ തന്നെ ആദ്യമായിട്ട് നല്ല ഭംഗിയുണ്ട്. ഈ ലൗഞ്ച് ചെറുതാണ്, പക്ഷേ ഉള്ള ഫുഡ് ഐറ്റംസ് ഇതൊക്കെയാണ്. ഒരറ്റത്തും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പൊങ്കൽ, വട, സാബുദാന ഉപ്മാവ്, അവസാനം കഴിപ്പിക്കുന്നത് ഈ ഐറ്റംസ് ഉണ്ട്. ഇത് ഒന്നൊന്നായിട്ട് ട്രൈ ചെയ്യാം.
അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ലോഞ്ചിൽ നിന്ന് ഇറങ്ങുകയാണ്. നമ്മുടെ ഫ്ലൈറ്റ് 10:05 ടൈം കറക്റ്റാണ്. ഡേറ്റ് എടുത്ത എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്തെന്ന് തോന്നുന്നു ഓൾറെഡി. ഇപ്പോൾ ഗേറ്റ് നമ്പർ 53 പോകണം നമുക്ക്. ഇപ്പോൾ സമയം 9:11. നമുക്ക് കുറച്ചും കൂടി സമയമുണ്ട്. ഞാൻ ഈ ലൗഞ്ചിലായിരുന്നു വന്നത്. ട്രാവൽ ക്ലബ് ലൗഞ്ചിലാണ് ഞാൻ കയറിയത്. ഇത് ഗേറ്റ് നമ്പർ 44 അതാണ് 44 നേരെ മുന്നിലാണ് ഈ ഗേറ്റ്. 44 എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇൻ്റർനാഷണലിലേക്ക് ഉപയോഗിക്കാൻ തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് 53 53 നമ്മൾ വന്ന വഴി തിരിച്ചു പോകണം. നമുക്കെന്നാൽ തിരിച്ചു പോയി നമ്മുടെ ഫ്ലൈറ്റ് പിടിക്കാം. ഇതിവിടെ പുതുതായിട്ട് തുറന്ന അദാനി ലൗഞ്ചാണ്. എൻ്റെ കാർഡ് ഇവിടെ എടുത്തില്ല. ഞാൻ ഉപയോഗിച്ച കാർഡ് വേറൊരു കാർഡും കൂടി ഉണ്ട്. ഞാൻ ചുമ്മാ ടെസ്റ്റ് ചെയ്തില്ല. ഞാൻ നേരെ TFSൻ്റെ ലൗഞ്ചിൽ പോയി. TFSൽ വർക്ക് ചെയ്യുന്നത് എനിക്കറിയായിരുന്നു. ഞാൻ TFSൻ്റെ ട്രാവൽ ക്ലബ് ലൗഞ്ചിൽ പോയി. ഇന്നിപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് വിടുന്ന AI 589 ഫ്രം മുംബൈ ടു ബംഗളൂരു വയ ചെന്നൈ. ചെന്നൈയിൽ നമ്മൾ ഇറങ്ങണ്ട, എയർക്രാഫ്റ്റ് ഇറങ്ങി കയറിക്കോളും. നമുക്കങ്ങനെ യാത്ര കണ്ടിന്യൂ ചെയ്താൽ മതി. 53 ദോഹ കാണുന്നതാണ് നമുക്ക് പോകേണ്ട എയർക്രാഫ്റ്റ്. VT JRB എയർബസ് A350-900 വൈറ്റ് ബോഡി എയർക്രാഫ്റ്റിലാണ് നമ്മുടെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നത്. സോറി, എയർക്രാഫ്റ്റിന് വൃത്തിക്കുള്ളൊരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ എത്തുമ്പോഴേക്കും ഡോക്കൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇതിലാണ് നമ്മളിന്ന് പോകുന്നത്. ഇതാണ് നമ്മുടെ ഗേറ്റ് 53 ബോർഡിംഗ് ടു ബംഗളൂരു. നല്ല തിരക്കായി കഴിഞ്ഞു. ആൾക്കാരൊക്കെ ഇടിച്ചു കൂടി തിരക്ക് കൂടി നിൽപ്പുണ്ട്. കുറച്ച് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഈ തിരക്കൊന്ന് പറഞ്ഞിട്ട് നമുക്ക് കയറാം. ഇവിടെ വലിയ ക്യൂ നിൽക്കുന്നുള്ളൂ. തൊട്ടപ്പുറത്തൊരു സൗദിയുടെ എയർക്രാഫ്റ്റ് നിൽക്കുന്നുണ്ട്. സൗദിയുടെ എയർബസ് A330 ബാക്കിലങ്ങ് ദൂരെ എയർ ഇന്ത്യയുടെ ഒരു പഴയ ബോയിങ് 747 കിടന്ന് പൊട്ടിപ്പിടിക്കുന്നതാണ്. അങ്ങനെ സെക്കൻഡ് റൗണ്ട് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് നമ്മുടെ എയർക്രാഫ്റ്റിലോട്ട് കയറാൻ പോവാണ്. ലാസ്റ്റ് സെറ്റ് ഓഫ് എയർ ബ്രിഡ്ജസ് ടു ദ എയർക്രാഫ്റ്റ്. Good morning. 26A. ഇത് പ്രൈമറി എക്കണോമി. ഇതാണ് നമ്മുടെ പാവങ്ങളുടെ ഉള്ളത്. എക്കണോമി. മോർണിംഗ്. നമ്മുടെ സീറ്റ് 26A. 26A അപ്പുറത്താണ്. Sorry. Morning. ഇതാണ് നമ്മുടെ സീറ്റ്. നമസ്തേ. നമ്മൾ 589 ബോംബ് ചെന്നൈയാണ് അടുത്ത സെക്ടർ. സീറ്റ് നമ്പർ 26A. ഇതാണ് സീറ്റിൻ്റെ ബാക്ക്. എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്. ലെഗ് റൂം അടിപൊളി ലെഗ് റൂമുണ്ട്. ചാർജിങ് പോയിൻറ്റ്സ് അവൈലബിൾ ആണ്. സാധാരണ ചാർജിങ് പോയിൻറ്റ്സ് അവൈലബിൾ ആണ്. പിന്നെ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റത്തിന് ഉപയോഗിക്കാനുള്ളൊരു ഹെഡ്ഫോൺസ് അവർ തന്നിട്ടുണ്ട്. വേറെ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് നോക്കേണ്ടത്. ഇതാണ് ഇൻറ്റീരിയേഴ്സ്. നല്ല ലെഗ് റൂമൊക്കെ ഉണ്ട്. സീറ്റ് അത്യാവശ്യം നല്ലോണം കംഫർട്ടബിൾ. റിക്കാർഡോ തന്നെയാണെന്ന് തോന്നുന്നു സീറ്റ് അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ്. ഇപ്പോൾ ഇതാണ് നമ്മുടെ മൂവിങ് വ്യൂ ആണ്. അപ്പുറത്ത് നോക്കിയാൽ പഴയ 747 കിടക്കുന്നതാണ്. ബിസി ടൈമാണ്. ചറപറ ഡിപ്പാർച്ചേഴ്സ് ഉണ്ടായിരുന്നു. പറയാണ്ടിരിക്കാൻ പറ്റില്ല. എക്സലൻറ്റ് ക്രൂ. ആ നിൽക്കുന്ന ലേഡിയൊക്കെ നല്ല വളരെ ഡീസൻ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. നല്ല സ്മൈലിങ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇതൊന്ന് തുറന്ന് നോക്കാം. ഇംഗ്ലീഷ് സമയമെടുക്കും. അത് കുറേ സാധനങ്ങൾ മൂവീസ്, ഓഡിയോ, കിഡ് സോൺ, മൈ ഫ്രൈറ്റിൽ എന്താ പറയാൻ നോക്കാം.
ഈ ഫ്ലൈറ്റിലെ ലൈവ് മാപ്പ് കാണാൻ പറ്റും. ഭയങ്കര സ്ലോ ആണത്, ഭയങ്കര സ്ലോ ആണ്, ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെന്നൈക്കാണ് പോകുന്നത്. 640 മൈൽസ് ആണ് സമയം ഡിസ്റ്റൻസ്. ഓക്കെ, പൊങ്ങി കഴിയുമ്പോൾ ഡീറ്റെയിൽസ് കാണാൻ പറ്റുമായിരിക്കും. നമുക്കിവിടെ വിൻഡോ വ്യൂ, എയർക്രാഫ്റ്റ് വ്യൂ, ഗ്ലോബൽ ടൈം, एयरक्राफ्ट काढते कॅमेरा विमान चांगलं आहे म्हटलं, जागा भरपूर आहे. നന്നായിട്ട് एकदम മാപ്പിൽ നിന്ന് പുറത്താണ് നമുക്ക്. എന്നിട്ട് നമുക്ക് ഇവിടെ വേറെ എന്താ കാണാൻ പറ്റും നോക്കാം. മൈ ഫ്ലൈറ്റിലെ ക്യാമറാസ് എടുക്കാം. ഇത് ടെയിൽ ക്യാമറയാണ്. ടെയിൽ ക്യാമറ എന്താ കാണുന്നത് നമുക്ക് കാണാം. പിന്നെ ഇത് ഫ്രണ്ട് ക്യാമറയാണ്. നമ്മുടെ ഇവിടുന്ന് പുഷ് ബാക്ക് നമുക്ക് കാണാൻ പറ്റും. കാണാൻ നല്ല ഇതുണ്ട്. നമ്മൾ ട്രേ ടേബിളൊക്കെ നോക്കിയേക്കാം. ട്രേ ടേബിൾ തുറന്നു കഴിഞ്ഞാൽ ഫുൾ ട്രേ ടേബിളായി. നമുക്കിതിനെ അടച്ച് ഇങ്ങനെ സെക്യൂർ ചെയ്യാം. ഇത് വോമിറ്റ് ബാഗാണ്, സിക്നസ് ബാഗാണിത്. പിന്നെ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ കാർഡുണ്ട്. പിന്നെ നമസ്തേ നമുക്ക് അതിന് 3 ഫ്ലൈറ്റിനെ കാണിക്കുകയാണ്. അടുത്ത ആളുകൾ ഭയങ്കര പോലെ ഫോണിൽ എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. പത്ത് സംസാരിച്ചാൽ അല്ല, പിന്നെ ഒരു നേരിട്ട് സംസാരിച്ചോളൂ. പിന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, മൂവീസ് ഉണ്ട്, അത്യാവശ്യം കുറേ മൂവീസ് ഉണ്ട്. മലയാളം ഒന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ദൃശ്യമുണ്ട്, പക്ഷേ അത് നമ്മുടെ ഹിന്ദി ദൃശ്യമാണ്. ഇതിനകത്ത് ബാഹുബലിയൊക്കെ കാണാം. അതിൻ്റെ നമ്മൾ സിനിമ. പിന്നെ അവർ നമുക്കൊരു ഹെഡ്ഫോൺസ് ഞാൻ നേരത്തെ കാണിച്ചാലെന്ന് തോന്നുന്നു. ഹെഡ്ഫോൺസ് വന്നിട്ടുണ്ട്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ഞാൻ കാണിക്കാം അതിൻ്റെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ. ഇവിടെ ഹെഡ്ഫോൺ ജാക്കുണ്ട്, USB പോർട്ടും ഒക്കെ ഉണ്ട്. ഞാൻ ഡേസി ഡിലൈസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യും. അതിൻ്റെ ഡേസി കെലഡോസ്കോപ്പിനകത്ത് കയറി കഴിയുമ്പോൾ അതിനകത്ത് പല ഭാഷകളുണ്ട്. ബംഗാളി ഉണ്ട്, ഗുജറാത്തി ഉണ്ട്, കന്നഡയുണ്ട്, അത് നമ്മുടെ മലയാളമുണ്ട്. ഇതിനകത്ത് മുകുന്ദനുണ്ണി അങ്ങനെ കുറച്ച് പടങ്ങളുള്ളത്. അത്യാവശ്യം പുതിയ പടങ്ങളാണ്, എല്ലാം കണ്ടിട്ടുള്ള പടങ്ങളാണ് തോന്നുന്നു. ഓവർഹെഡ് പാനൽ ഓവർഹെഡ് പാനൽ AC വെൻറ്റുകളുണ്ട്, റീഡിംഗ് ലാംപ്സ് ഉണ്ട്, ഇതുണ്ട് നോ സ്മോക്കിങ്ങിൻ്റെയും സീറ്റ് ബെൽറ്റിൻ്റെയൊക്കെ സീറ്റ് ബെൽറ്റിൻ്റെയൊക്കെ എന്താ പറയുക ഡിസ്പ്ലേസ് ഉണ്ട്. ലൈറ്റിങ്ങൊക്കെ അടിപൊളിയാണ്. പിങ്ക് തീമിയാണ് ലൈറ്റിങ്ങൊക്കെ അടിപൊളിയാണ്. ഓവർഹെഡ് ബെൻസിൻ്റെ മുകളിൽ ലൈറ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ കാത്തിരിക്കുന്ന സമയമാകുമ്പോഴേക്കും വിർജിൻ അറ്റ്ലാന്റിക്, ലണ്ടനിലേക്കുള്ള വിർജിൻ അറ്റ്ലാന്റിക്, ലണ്ടൻ ഹീത്രോ പുള്ളിക്കാരൻ തള്ളി പുറപ്പെട്ടാണ് നിൽക്കുന്നു. പുള്ളിക്കാരൻ പുറപ്പെടുകയായി. ഇപ്പോൾ വിർജിൻ അറ്റ്ലാന്റിക് അങ്ങനെ പുറപ്പെട്ടു. നമ്മൾ ഈ ഫ്രെയിമിൽ ആക്ച്വലി 3 എയർബസ് എയർക്രാഫ്റ്റുകളാണുള്ളത്. നമ്മളിരിക്കുന്നതും പിന്നെ ആ വിർജിൻ അറ്റ്ലാന്റിക്കും A350 ആണ്. ഇപ്പോൾ കയറുന്ന സൗദി A330 ആണ്. ബോർഡിങ് കംപ്ലീറ്റ് ചെയ്യുന്ന അനൗൺസ്മെൻറ്റ് വന്നു. അവിടെ അവർ നമ്മൾ ലേറ്റാണ്. മോൾഡോസ് ക്രോസ് സെക്കൻഡ് റിപ്പോർട്ട് നമ്മളിപ്പോൾ പുഷ് ബാക്ക് ചെയ്യും. നമ്മൾ ലേറ്റാണ്, 10 മിനിറ്റ് ലേറ്റ്. 10:05 പോകേണ്ടതാണ്, 10:15 പുറപ്പെട്ടിട്ടില്ല. പുഷ് ബാക്ക് ആയി. A special welcome to all our flight returns and Star Alliance members. Our flight AI 589 from Mumbai to Chennai, and the flight time is expected to be 1 hour and 30 minutes. Captain J.B. Goyal is in command today, and assisting him at the flight deck is Captain Daisy Chacko. My name is Nidhi, and I'm your cabin executive. On today's flight, our crew speak English, Hindi, Punjabi, and Haryanvi. Air India, a part of Star Alliance, brings to you unmatched rewards with its loyalty program Flight Returns. To enroll and explore the benefits, visit airindia.com. We hope you enjoy a warm Indian hospitality and have a comfortable flight. Thank you. So for emergency, floor path, photoluminescent strip light, green exit markers and locators will guide you to the nearest exit. Your closest emergency exit may be behind you.
During an evacuation, for your own safety and for the safety of others, you're required to leave your hand baggage in the aircraft. You will find the safety information on the card located in the seat pocket in front of you. We strongly suggest you read it before takeoff. पानी पर उतरना पड़े तो लाइफ वेस्ट को सिर के ऊपर से पहने और इसकी बेल्ट को कमर पर बांध लें। लाइफ वेस्ट को लाल टॉगल खींचकर विमान से उतरने के तुरंत पहले फैलाएं। इसे ऊपर लगी लाल ट्यूब में मुख से हवा भरकर भी फैलाया जा सकता है। Dear guests, we are now ready to take off. Please place your hand baggage in the overhead bins or under the seat in front of you. Please keep your seat back upright, seat belt fastened, tray table secured, and the window shades open. ഓൺലൈനുള്ള കാഴ്ചയാണ്. നമ്മുടെ എയർക്രാഫ്റ്റും തൊട്ട് മുന്നിൽ എമിറേറ്റ്സ് വന്നിട്ടുണ്ട്. എമിറേറ്റ്സിൻ്റെ 777 തോന്നുന്നത്. ആ എയർപോർട്ടിൻ്റെ നമ്മളിപ്പോൾ ഓടുന്ന ടാക്സിയുടെ അടിയിൽ കൂടെ ഒരു വാട്ടർ ബോഡി പോകുന്നുണ്ടോ? അതാണ് മീറ്റി റിവർ എന്ന് പറയുന്ന റിവർ. പണ്ട് ബോംബെയിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഇതിലൊക്കെ വെള്ളം പൊങ്ങിയായിരുന്നു. മീറ്റി എന്ന് പറയുന്നൊരു പുഴയാണെങ്കിലും ഇപ്പോൾ ഇതൊരു സുവേജ് കനാൽ പോലെയാണ്. All crew takeoff stations. ഇപ്പോൾ ടേക്ക് ഓഫ് റോഡ് തുടങ്ങി. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. City of Dreams, Mumbai. നമ്മൾ നേരെ കടലിലേക്കാണ് ടേക്ക് ഓഫ് ചെയ്യുന്നത്. സൗത്ത് മുംബൈ ശരിക്കും കാണാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ സൗത്ത് മുംബൈ നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റുമായിരുന്നു. ഇപ്പം നമ്മൾ താഴെ കാണാനാണ് സൗത്ത് മുംബൈ.
സ്ഥലത്തൊക്കെ ബോംബെയിൽ സ്ട്രീറ്റ് സൈഡ് ഷോപ്പിംഗ് വരുമ്പോൾ എയർ ഇന്ത്യയുടെ ഹെഡ്ഫോണുകളെല്ലാം സ്ഥലം മേടിക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഞാനിത് മലയാളം സിനിമ ഏതെങ്കിലും കുറച്ച് കാണാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് ഞാൻ കണ്ടിട്ടില്ല. ഏതാ പടം അറിയില്ല. പിന്നെ 94 മിനിറ്റ്സ് ആണ് നമുക്കിത് കാണാൻ. നമുക്ക് ഈ പടം നമ്മുടെ യാത്രയിലൂടെ കണ്ടു തീർക്കാൻ പറ്റും. ഫുഡ് വരുന്നുണ്ട്. ഫുഡ് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഫുഡ് വന്നു. ഇതാണ് നമ്മുടെ ഫുഡ്. ക്രോസാൻ ഉണ്ട്, കട്ട്ലറി ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എന്താണെന്നെല്ലാം തോന്നുന്നു അറിയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫുഡ് ഇതൊക്കെയായിരുന്നു. ഇഡ്ഡലി, സാമ്പാർ, ഉപ്പുമാവ്, ചട്നി ഉണ്ട്, ക്രോസാൻ്റ് ഉണ്ട്, സാധനമുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് കുടിക്കാനൊരു കാപ്പി വന്നിട്ടുണ്ട്. പഞ്ചസാരയുണ്ട്, അമൂലിൻ്റെ ക്രീമുണ്ട്. നമുക്ക് ആദ്യം കട്ടൻ മാത്രം കുടിച്ച് നോക്കിയാലോ. കട്ടൻ കുടിച്ച് നോക്കിയിട്ട് തീരുമാനിക്കാം. ഇല്ലേ, കാപ്പി കുടിക്കാൻ പോകട്ടോ. മുഖത്തെ ഭാവമാറ്റങ്ങളുണ്ടെങ്കിൽ നോക്കാം. ആക്ച്വലി മധുരമായിട്ട് കാപ്പിക്ക് നല്ല സ്വാദുണ്ട്. ഇവർ പാൽ ഒഴിച്ച് നോക്കാൻ എങ്ങനെയുണ്ടെന്ന്. ഞാൻ ചായയിൽ അല്ല സോറി കാപ്പിയിൽ പാൽ മിക്സ് ചെയ്യും. നമ്മുടെ കാപ്പി റെഡി. പഞ്ചസാരയിലാണ് കുടിച്ച് നോക്കാം. ഒരു കുപ്പി കൊണ്ട് വെള്ളം മേടിച്ചിട്ടുണ്ട്. Have your attention, please. As we prepare for landing, please return to your seats and place your hand baggage in the overhead bins or under the seat in front of you. Please keep your tray table secured, seat back upright, seat belt fastened, and window shades open. നമ്മൾ ലാൻഡ് ചെയ്യാണ്. All crew landing stations. നമ്മളെത്തി. ഇതാണ് ചെന്നൈ എയർപോർട്ട്. Dear guest, Air India is pleased to announce an on-time arrival in Chennai. Welcome to Kamraj Domestic Airport. Please remain in your designated seats and do not open the overhead bins until the seatbelt sign is switched off. Please take care while opening the overhead bins as loose items may have moved during the flight. You may now use your mobile phones.
The ground halt at Chennai will be 1 hour 20 minutes. Guests in transit to Bengaluru are required to remain on board and remain seated in their assigned seats. Guests connecting on Air India network and partner airlines are requested to contact the ground staff or transfer desk. Please allow guests seated in front of you to deplane first. Guests with wheelchair bookings are requested to remain seated. You will be assisted once all of the guests have deplaned. हमारे साथ यात्रा करने के लिए आप सभी का धन्यवाद। फिर मिलने की उम्मीद करते हुए अब हम आपसे विदा लेते हैं। Thank you for choosing to fly with us. In India, we never say goodbye, but always see you again, and we hope to do so soon. May I have your attention, please? Guests in transit are requested to remain seated in their designated seats and keep their boarding cards handy for inspection by security personnel. Please identify your hand baggage when requested. Unidentified baggage will be offloaded from the aircraft. Please do not use the lavatories while the aircraft is being serviced. Thank you. ഇനിയിപ്പോൾ റെസ്റ്റ് റൂം കാണിച്ചില്ലെന്ന് ആരും പറയണ്ട. അത് അടിപൊളി ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. അല്ലേ, സൂപ്പറായിട്ട്. ചെറുതാണ്, ഇതാണ് ടോയ്ലറ്റ്. ഇവിടെ തുടങ്ങുമ്പോൾ തന്നെ തരും ഇത്. ആൾക്കാർ ടോയ്ലറ്റ് സീറ്റ് ഉപയോഗിക്കണമെങ്കിൽ മുകളിൽ മൊത്തം വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു കോട്ട് ഹാങ്ങറൊക്കെ ഉണ്ട് ഇവിടെ. സൂപ്പറായിട്ട് അല്ലേ. അടുത്ത സെറ്റിനുള്ള ബോർഡിങ് സ്റ്റാർട്ടായി കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ എയർക്രാഫ്റ്റിൻ്റെ ഇൻറ്റീരിയേഴ്സ്. നല്ല ഭംഗിയാണ്, നല്ല കംഫർട്ടബിൾ ആണ്. അപ്പോൾ അങ്ങനെ പുഷ് ബാക്ക് സ്റ്റാർട്ടായി. नमस्ते। एयर इंडिया की ओर से हमें सभी अतिथियों का स्वागत करते हुए खुशी है। चेन्नई से बेंगलुरु जा रही AI 589 पर हमारे स्टार अलायंस और फ्लाइंग रिटर्न सदस्यों का भी हार्दिक स्वागत है। हमारा बेंगलुरु तक का उड़ान समय 40 मिनट रहेगा। कप्तान JB गोयल कमांड में है और फ्लाइट डेक में उनके साथ कप्तान देसी चाको हैं। मेरा नाम निधि है, मैं आपकी कैबिन एग्जीक्यूटिव हूँ। आज की हमारी उड़ान पर क्रू इंग्लिश, हिंदी, पंजाबी और हरियाणवी बोल सकते हैं। एयर इंडिया जो कि स्टार अलायंस का हिस्सा है, अपने लॉयल्टी प्रोग्राम फ्लाइंग रिटर्न्स के साथ बेजोड़ रिवॉर्ड कृपया ध्यान मानवीय दीजिए। रूप से सांस लेते रहें। अपना मास्क लगाने के बाद अपने सहयात्रियों की मदद करें। അപ്പോൾ നമ്മൾ ചെന്നൈയിൽ തുടങ്ങി ടാക്സി സ്റ്റാർട്ട് ചെയ്തു. റണ്ണിലോട്ട് ഒരുപാട് ദൂരമൊന്നുമില്ല. അധികം താമസിച്ചാണ് ടേക്ക് ഓഫ് ചെയ്യും. विमान में 8 आपातकालीन निकास है। आपातकालीन स्थिति में फर्श पे लगी फोटो लिमिटेड पट्टियां जलेंगी और हरे रंग के एग्जिट मार्कर एवं लोकेटर आपको नजदीकी निकास की दिशा दिखाएंगे। Inserting the metal fitting into the buckle and tighten it. Pull the shoulder strap across your chest and secure it in the seatbelt attachment. To unfasten, remove the shoulder strap and press the button in the buckle and pull the ends apart. ക്രൂ ടു ടേക്ക് ഓഫ് സ്റ്റേഷൻസ് ആയി കഴിഞ്ഞു. ഇവിടെ ടേക്ക് ഓഫ് ചെയ്യാൻ പോകണം. कृपया ध्यान दीजिए, अब कैबिन लाइट कम की जाएगी। यदि आप चाहें तो ऊपर लगी रीडिंग लाइट का उपयोग कर सकते हैं। धन्यवाद। Dear guests, we shall dim the cabin lights now. Should you wish, please use the reading light above you. Thank you.
അടുത്ത സെറ്റ് ഫുഡ് വന്നിട്ടുണ്ട്, സ്നാക്ക് ബോക്സ് വന്നിട്ടുണ്ട്. ചെറിയ സെറ്റാണ്, ആകെ 35 മിനിറ്റേ ഉള്ളൂ. അതെന്തെല്ലാം നോക്കാം. അതിനകത്ത് വെള്ളമുണ്ട്, ഒരു ചെറിയ സാൻഡ്വിച്ച് ഉണ്ട്, ചെറിയ സാൻഡ്വിച്ചാണ്, ഒരു ജ്യൂസ് ഉണ്ട്, പിന്നെ ഒരു സോസിൻ്റെ പാക്കറ്റ് ഉണ്ട്. ഇതാണ് ചെന്നൈ ബാംഗ്ലൂർ സെക്ടറിലെ ഒരു സർവീസ്. ഇതിപ്പോൾ പ്രതീക്ഷിക്കാൻ പാടില്ല. We request our business class guests to keep the suite doors fully open during landing. Thank you. സീറ്റ് ബെൽറ്റ് സൈൻ ഓൺ ആയി കഴിഞ്ഞു. നമ്മൾ ലാൻഡ് ചെയ്യാനുള്ള പ്രിപ്പറേഷൻ തുടങ്ങി. നല്ല ക്ലൗഡിയാണ് ഇവിടെ. വീഡിയോയുടെ ക്ലാരിറ്റി ഉണ്ടോയെന്ന് അറിയില്ല. നമ്മുടെ ക്യാമറ മോഡിൽ നമുക്ക് റൺവേ കാണാൻ ഓൾറെഡി. നമ്മളിപ്പോൾ ലാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എയർപോർട്ട് പെരിമീറ്റർ വാളിനുള്ളിലേക്ക് കയറും. അതാണ് എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ എയർപോർട്ടിനകത്തോട്ട് കയറി. ഒരുമാതിരി മെയിൻ്റനൻസ് ഇല്ലാത്തൊരു പബ്ലിക് ബസ്സിൽ പോകുന്നുണ്ട്. കട്ട 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 കടന്ന സൗണ്ട്. അത് ടോയ്ലറ്റ് യൂണിറ്റാണ് ഈ റാറ്റിൽ ചെയ്യുന്നത്. വിസിബിൾ റാറ്റിലിംഗ് ഉണ്ട്.
നമ്മുടെ പെയറിംഗ് ബേർഡാണ് അവിടെ കിടക്കുന്നത്, VTGR. അത് എയർ ഇന്ത്യയുടെ മറ്റേ 359 ആണ്. അതാണ് ഫസ്റ്റ് വന്നത്, നമ്മൾ സെക്കൻഡ് ആണെന്ന് തോന്നുന്നു. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഒരു ദിവസം അവൻ ഒരു ദിവസം ഇവൻ, അങ്ങനെയാണ് ഈ ഫ്ലൈറ്റ് വർക്കുന്നത്. നമ്മൾ ജസ്റ്റ് നമ്മുടെ സ്റ്റാൻഡിലേക്ക് എത്തുന്നു. ഈ ടെർമിനലിലുള്ളതെല്ലാം ടാറ്റ ഗ്രൂപ്പിൻ്റെ തന്നെ എയർക്രാഫ്റ്റ്സാണ്. എയർ ഏഷ്യൻ്റെ എയർ ഇന്ത്യ എക്സ്പ്രസ്സും പിന്നെ അപ്പുറത്തെ എയർ ഇന്ത്യയും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റിൽ നമ്മൾ ഇറങ്ങുകയാണ്. എക്കണോമിക് ക്ലാസ് 333 ആണ് സീറ്റിങ്. ഇതായിരുന്നു പ്രീമിയം എക്കണോമി. ഇതിൽ 242 ആണ് എൻ്റെ സീറ്റിങ്. സീറ്റ്സ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇങ്ങനെയാണ് എൻ്റെ സീറ്റ്. അതിൻ്റെ പിലോവും മറ്റും പില്ലോ ബ്ലാങ്കറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എത്തി. എയർക്രാഫ്റ്റിന് പുറത്തിറങ്ങി ജസ്റ്റ് ടെർമിനൽ ബിൽഡിങ്ങിലൂടെ നടക്കുന്നതേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ ബോർഡിംഗ് ഗേറ്റ്. D4 D5 ആണ്. നമ്മളെപ്പോലെ നടക്കാൻ മടിയുള്ള ആൾക്കാർക്ക് വേണ്ടി ഇവിടെയുണ്ട് ട്രാവലേറ്റേഴ്സ്. പക്ഷെ നമ്മളൊരു കോമഡിക്ക് വേണ്ടി ഇത് കയറിയിട്ട് നടക്കും, താഴെ നടക്കില്ല. എക്സിറ്റ്, ബാഗേജ് റിക്ലെയിമർ, T1 ട്രാൻസ്ഫേഴ്സ്. നമുക്ക് T1 നിന്നാണ് അടുത്ത ഫ്ലൈറ്റ്. പക്ഷെ ഇപ്പോൾ സമയം 2:30 ആയതേ ഉള്ളൂ. നമ്മുടെ അടുത്ത ഫ്ലൈറ്റ് 6:15 ഇപ്പോൾ ട്രാൻസ്ഫേഴ്സ് എന്ന് പറഞ്ഞാൽ നടന്നു പോകുന്ന വഴിയാണോ അതോ ഇനി വല്ല ബസ് വല്ലതാണോ എന്നറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം. മൊത്തത്തിലൊരു എന്താ പറയുന്നത് പ്രേതാലയത്തിലെത്തി പോലെ. ഇതൊക്കെ കാണുമ്പോൾ ഒരു എന്താ പറയുന്ന ഒരു അമേരിക്കൻ കോളേജിൻ്റെ ഉൾവശം പോലെ ഉണ്ട്. കുറച്ചും കൂടി കടുപ്പിച്ച് പറഞ്ഞാൽ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന ജയിലൊക്കെ പോലെ ഉണ്ട്. ഫുള്ള് ആട്ടഞ്ഞ് 2 സൈഡിലും പൊക്കോളം മതിലും. വീണ്ടും കുറേ ദൂരം പോകണ്ടോ. വീണ്ടും ട്രാവലേറ്റർ കണ്ടു. ഇതാണ് ബാഗേജ് റിക്ലൈം ഏരിയ. 2 ബെൽറ്റാണ് ഇവിടെ ഉള്ളത്, 9, 10. ബാക്കി ബെൽറ്റുകൾ ഇപ്പുറത്തോട്ടാണ്. ദിസ് ഇസ് ഹ്യൂജ്. 10 ബെൽറ്റ് ഉണ്ട് അപ്പോൾ മൊത്തത്തിൽ. ഞാൻ ലഗേജ് ചെക്ക് ഇൻ ചെയ്തില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി സാധനം കയറിയെന്നേ ഉള്ളൂ. നമുക്കിപ്പോഴത്തെ എക്സിറ്റ് വഴി പുറത്തോട്ടിറങ്ങാം. നല്ല ഭംഗിയുണ്ട്. ഒരു ആനയുടെ ഇത് കണ്ടിട്ട് കെയിനിൽ ഉണ്ടാക്കിയതെന്ന് തോന്നുന്നു ആന. അത് ബാമ്പു ആണെന്നറിയില്ല, കെയിനാന്ന് തോന്നുന്നു. നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പൂവുകളും ഒക്കെ. ടേൺ ഇൻവേസീവ് വീഡ് ഇൻ ടു എൻ എലിഫൻറ്റൈൻ വണ്ടർ. ലൻറ്റാന കമേര എന്ന് പറഞ്ഞ ഫ്ലവറിങ് പ്ലാന്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ് അത്ര. ഇത് നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ മുകളിൽ ഒരു മണി പോലത്തെ സ്ട്രക്ചേഴ്സും ഒക്കെ ആയിട്ട് ബ്യൂട്ടിഫുൾ. വളരെ നന്നായിട്ടുണ്ട്. നമുക്കിനി ഒരു പ്രാവശ്യം ഭാഗ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഡിപ്പാർട്ട് ചെയ്യാം. അപ്പോൾ എയർപോർട്ട് ശരിക്കും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഭാഗ്യം ഉണ്ടാവട്ടെ അതിന്. വെൽക്കം ടു ബംഗളൂരു. അതുവഴിയാണ് എക്സിറ്റ്. നമുക്ക് T1ലേക്ക് ഇനി പോകണം. അതിനുള്ള വഴി എന്താണെന്ന് നോക്കാം നമുക്ക്. ഇവിടെയൊക്കെ T1 ട്രാൻസ്ഫേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട്. അതിനുള്ള വഴി എന്താണെന്ന് നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. ഷട്ടിൽ സർവീസ് ഉണ്ടെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. T1 ട്രാൻസ്ഫേഴ്സ് അതെന്താണെന്ന് അവിടെ പോയി നോക്കാം. ഷട്ടിൽ സർവീസ് ടു T1 എഴുതിയിട്ടുണ്ട്. എന്താ നോക്കാം നമുക്ക്. അങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ സൗകര്യമുണ്ട്. അല്ലെ പിന്നെ ഈ വെയിറ്റും ചുമന്നുകൊണ്ട് നടക്കണം. ലവ്ലി. നല്ല ഭംഗിയുണ്ടത്.
കണ്ടാൽ ശരിക്കും ഒരു ചൂരലുകൊണ്ടൊക്കെ കെട്ടി വെച്ച പോലെ ഉണ്ട്. ചൂരലൊന്നും അല്ല, പക്ഷേ ഇങ്ങോട്ടാണ് ഷട്ടിൽ സർവീസിന് ആരോ ഇട്ടിരിക്കുന്നത്. നമുക്കപ്പോൾ അവിടെ പോയി നോക്കാം. ഇവിടുന്ന് ഡിപ്പാർച്ചേഴ്സിലേക്ക് പോകുന്നൊരു എസ്കലേറ്റർ ഉണ്ട്. എനിക്ക് തോന്നുന്നു മറ്റേ ബസ്സിനൊക്കെ വരുന്നവർക്ക് വേണ്ടിയുള്ളതായിരിക്കും ഇത്. ഷട്ടിൽ സർവീസ് നമ്മൾ നടന്നു വന്നു, പക്ഷെ ഒന്നും കണ്ടില്ല. അവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട്, ഇൻ്റർ ടെർമിനൽ ഷട്ടിൽ സ്റ്റോപ്പ് എന്ന് പറഞ്ഞു. അതേ ഒരു ബസ്സും വരുന്നു, അതായിരിക്കും അപ്പോൾ ഷട്ടിൽ. എന്തായാലും നമുക്കത് കയറിപ്പോവാം. അതെ, ഇൻ്റർ ടെർമിനൽ ഷട്ടിൽ ഇലക്ട്രിക് ബസ്സാണ് JBMൻ്റെ. ഇതാണ് ഇൻ്റർ ടെർമിനൽ ഷട്ടിൽ ബസ്, JBMൻ്റെ ഇലക്ട്രിക് ബസ്സാണ്. കാണുന്നതാണ് ടെർമിനൽ 1. അപ്പോൾ അങ്ങനെ ടെർമിനൽ 1 നമ്മളെത്തി. ടെർമിനൽ 1 എത്തുന്നതോടുകൂടി ഞാൻ ഈ വീഡിയോ ക്ലോസ് ചെയ്യാണ്. കാര്യം നമ്മുടെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ മുംബൈ ടു ബാംഗ്ലൂർ വയ ചെന്നൈ യാത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെയൊക്കെ കമൻറ്റ്സ്, ഫീഡ്ബാക്ക്, സജഷൻസ് ആവശ്യമുണ്ട്. അതുപോലെ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിന് വേണ്ടി മറ്റൊരു അടിപൊളി പുതിയ വീഡിയോയിൽ കാണാം. ഹെയറിൻ്റെ കാര്യം പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇൻ ഇന്ത്യ we do not say goodbye, we only say until the next time. അപ്പോൾ പറഞ്ഞ പോലെ നമുക്കിനി വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും see you soon.